ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഒരു തിരക്കിലായിരിക്കുന്നത് എനിക്കറിയാം. എന്നാലും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മളൊരു പാക്കിംഗ് ആൻഡ് പ്ലാനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ പേര് എന്നോട് കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ചെയ്തിരുന്നു, ഒരു ഫംഗ്ഷന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 4 ദിവസമോ 5 ദിവസമോ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യാം എന്നിങ്ങനെ. അപ്പോൾ ടൂർ പോകുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് നമ്മളൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും നിൽക്കാൻ പോകുമ്പോഴൊക്കെ പാക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യണത്. ആദ്യം തന്നെ പാക്കിങ്ങിന് മുമ്പ് 2 കാര്യങ്ങളൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മളുടെ ലോണ്ടറി ബാസ്ക്കറ്റിൽ, അതായത് തുണികളൊക്കെ എന്തെങ്കിലും മുഷിഞ്ഞതും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം വാഷ് ചെയ്തിട്ടിട്ട് നമ്മൾ പോവുക. കാരണം തിരിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവാനുള്ള ജോലി എന്ന് വെച്ചാൽ ഈ തുണികൾ വാഷിംഗ് ആണ്. അപ്പോൾ അത് ഓൾറെഡി ഇവിടെ പെൻഡിങ് ആക്കി വെച്ച് പോയാൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന റൂമോ സ്പേസോ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോകാനും കൂടി ശ്രദ്ധിക്കുക. സാധാരണ ഞങ്ങളായാലും പോണ സമയത്ത് ആകെ തിരക്കും ബഹളമായിരിക്കും. എത്ര പ്രിപ്പയർ ചെയ്ത് ഒക്കെ വെച്ചു എന്ന് പറഞ്ഞാലും ബെഡുമൊക്കെ സാധനങ്ങൾ വലിച്ചിട്ടും അങ്ങനെയൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പോകലാണ് പതിവ്. പക്ഷേ എന്താ പറ്റാന്ന് വെച്ചാൽ തിരിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടി യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികളായാലും ഒക്കെ വന്നോണം വന്ന് ഒന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങാനുള്ളൊരു ഫീലാണ്. ഇനി മൂന്നാമത്തെ ടിപ്പ്, പ്ലാനിങ്. അതായത് ഇതെനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, നമുക്കിപ്പോൾ യാത്ര പോകണം നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു 3-4 ദിവസം മുൻപ് തന്നെ ഇങ്ങനെ ഒന്ന് എഴുതി വെക്കുക മനസ്സിൽ, അല്ലെങ്കിൽ ബുക്കിൽ എഴുതി വെക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷനാണ് പോകണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് വേണ്ട ഡ്രസ്സുകളും കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളും ആവശ്യം വരും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വീട്ടിലേക്ക് സ്റ്റേ ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് എഴുതുക. അത് നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക. നമ്മൾ യാത്ര ചെയ്യുന്നു, നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ ആവശ്യം വരും. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നന്നായിട്ട് ഐറ്റംസൊക്കെ ശ്രദ്ധിച്ച് വെക്കേണ്ടതുണ്ട്. കാരണം ചില ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടുപോകാതിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് അവിടെ അവൈലബിൾ ആയിരിക്കില്ല, കിട്ടില്ല. ആ സമയത്ത് ഭയങ്കര സ്ട്രെസ്സും സമയനഷ്ടമൊക്കെ ഉണ്ടാവും. കാരണം എനിക്കതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പഠിച്ചാണ് ഞാൻ ഒരുവിധം എല്ലാ ഐറ്റംസും പറ്റാവുന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു രീതി ആക്കിയത്. പണ്ടൊക്കെ ബസ്സിലും അല്ലെങ്കിൽ ട്രെയിനിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആ സമയത്ത് കുറേയൊന്നും നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമ്മളിതൊക്കെ കൈ പിടിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റേതായ സൗകര്യത്തിലാണ് പാക്ക് ചെയ്യണം. അപ്പോൾ അത്രയും അത്യാവശ്യമുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ പാക്ക് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ എൻ്റെ ഒരു പാക്കിംഗ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ പണ്ട് അങ്ങനെ നമുക്ക് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ടും വളരെ കോമ്പാക്റ്റ് ആയിട്ടും പാക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളെല്ലാം ഒന്നൊരു എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വിട്ടുപോയാൽ തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. ഇനി മനസ്സിൽ എപ്പോഴെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ വേഗം പോയാൽ ലിസ്റ്റിൽ എഴുതി വെക്കുകയും ചെയ്യുക. ഫോണിലോ നമ്മുടെ ബുക്കിലോ എവിടെയാച്ചാൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. കഴിഞ്ഞ ശേഷം എല്ലാം ഒന്ന് ടിക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ മെയിനായിട്ടും പാക്കിങ്ങിൽ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷന് വേണ്ടി പോകുന്നവർക്കും ഉള്ളൊരു പാക്കിംഗ് പോലെയുണ്ട്, നോർമൽ ഒരു ജസ്റ്റ് സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ പാക്ക് ചെയ്യുന്ന ഒരു രീതിയിലുമാണുള്ളത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് 4ാമത്തെ പരിപാടി എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയാണ് പോകണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണം വരുന്നുണ്ട്, കുറേ പേർക്ക് കല്യാണങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡ്രസ്സുകളെല്ലാം തന്നെ ഒന്ന് ഏതാണെന്ന് ആദ്യം സെലക്ട് ചെയ്യുക. ഏത് ഡ്രസ്സ് നമ്മൾ ഏത് ഫംഗ്ഷൻ ഇടണം എന്നുള്ളത് കുട്ടികളുടെയും നമ്മുടെയും ഫസ്റ്റ് തന്നെ ഡിസിഷൻ എടുക്കുക. അത് പിന്നെ മാറ്റി ചിന്തിക്കരുത് കേട്ടോ. അതിനുശേഷം അത് അയൺ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ പോകുന്ന സ്ഥലത്ത് അയൺ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അവിടെ ചെന്ന അവസാനം അതൊക്കെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയ പുലിവാലവും പിന്നെ കറണ്ട് കട്ടോ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് അതെല്ലാം അയൺ ചെയ്ത് കൊണ്ടുപോകുക. ഞാൻ സാധാരണ സാരിയാണ് ഉടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ഫ്ലീറ്റ്സ് എടുത്ത് അയൺ ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ച് കൊണ്ടുപോകാറ്. കാരണം എനിക്ക് സാരി എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. പെട്ടെന്ന് സ്പീഡിൽ ഉടുക്കാൻ അറിയില്ല. കാരണം നമ്മൾ സ്ഥിരമായി സാരി ഉടുക്കുന്നവരല്ല. അതുകൊണ്ട് ഞാൻ ഫ്ലീറ്റ്സ് എടുത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ ഫ്ലീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ കൂടുതൽ പറഞ്ഞു തരുന്നില്ല. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളൊരു പാർട്ടി വെയർ അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാരിയാണെന്നുണ്ടെങ്കിൽ സാരി, അതിൻ്റെ കൂടെ ബ്ലൗസ്, അതിൻ്റെ കൂടെയുള്ള സ്കേർട്ട് എന്നിങ്ങനെയുള്ളതെല്ലാം സെറ്റായിട്ട് തന്നെ വെക്കുക. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ അയണിങ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ്സ് സെറ്റിംഗാണ്. അപ്പോൾ നമ്മളൊരു പാർട്ടിക്ക് പോകുന്ന ഔട്ട്ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏതാണ് ഔട്ട്ഫിറ്റ് അതെല്ലാം കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക.
രണ്ടാമതായിട്ട് നമ്മുടെ ഏത് ഔട്ട്ഫിറ്റ്സ് ഉള്ളത് അത് വയ്ക്കുക. അപ്പോൾ മക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടികളാവുമ്പോൾ അവർക്ക് അതിന് വേണ്ടിയുള്ള ആക്സസറീസും അതായത് കമ്മൽ, മാല അങ്ങനെ മാച്ചിങ് ആയിട്ടെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കുറച്ചൊരു പണിയുള്ള കാര്യമാണ്, എന്നാലും എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ. കാരണം അവിടെ എത്തിക്കഴിയുമ്പോൾ അയ്യോ ഇതില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാണെന്നുള്ളത് കുറച്ചൊന്ന് ആലോചിച്ച് വെക്കണതാണല്ലോ. അപ്പോൾ ഇതേ ഞാൻ ഒരു ദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ദിവസത്തിൻ്റെ എന്തൊക്കെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫംഗ്ഷനുള്ള ഔട്ട്ഫിറ്റുകളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ബാഗ് എടുത്തിട്ട് ആ ബാഗിൽ ഞാൻ ഫംഗ്ഷനുള്ള ഔട്ട്ഫിറ്റ് മാത്രമേ ബാഗിൽ വെക്കണുള്ളൂ, വേറെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നില്ല. കാരണം ഓൾറെഡി അയൺ ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ്, ഒക്കെ കൂടെ കുത്തിക്കയറ്റി ചുളിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ കുറേ ബാഗ് ഇപ്പോൾ 2 ബാഗായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കവറിലാക്കിയിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അതായത് ഇതിന് ഒന്നും പറ്റാത്ത രീതിയിൽ ഒന്ന് ആ നല്ല ഡ്രസ്സിനെ സെറ്റ് ചെയ്ത് ബാഗിൽ എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പാർട്ടി ഔട്ട്ഫിറ്റ് ഒരു ബാഗിലായിട്ടാണ് കാണിക്കുന്നത്. കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ, വീട്ടിലൊക്കെ ഇടാനുള്ള ഡ്രസ്സുകൾ വേറെ വെക്കാനായിട്ട് കാണിക്കണം. പിന്നെ ഇതുപോലെ ഒരു കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ബാഗിൽ നിങ്ങൾക്ക് ഇടേണ്ട ഷൂസ്, അതായത് പാർട്ടിക്ക് ഇടുന്ന ഷൂസും നമ്മൾ നോർമൽ നടക്കുന്ന ചെരുപ്പും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പുകൾ മക്കളുടെ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യിപ്പിക്കാറ്. കാരണം അവർ എപ്പോഴും ഇട്ടിട്ട് നടക്കാൻ കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് ആ ഒരു ഷൂസ് ഇതിൽ വെക്കുന്നുണ്ട്. അതോടൊപ്പം സ്ലിപ്പേഴ്സ് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് അവിടെ ചെന്ന് നടക്കണം, പുറത്തൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം കൊണ്ടുപോയാൽ പോരാ. അപ്പോൾ സ്ലിപ്പേഴ്സും കൂടി വെക്കണമെങ്കിൽ അതും കൂടി നമ്മൾ വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമുക്ക് പേഴ്സോ അങ്ങനെ എന്തെങ്കിലും പിടിക്കണമെന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ ബാഗൊന്നും എനിക്ക് പിടിക്കാൻ പറ്റാറില്ല. ഞാൻ ഹാൻഡ് ബാഗ് കൊണ്ടാണ് നടന്നിരുന്നത്. ഇപ്പോൾ അവർ ഇത്തിരി വലുതായ കാരണം ഹാൻഡ് ബാഗ് നമുക്ക് കൈ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സും, ഇനി മക്കൾക്ക് വല്ല ആക്സസറീസോ അല്ലെങ്കിൽ വല്ല കുഞ്ഞു പേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് ചോദിക്കും എന്താ വേണ്ടതെന്ന്, അതനുസരിച്ചാണ് നമ്മൾ പാക്ക് ചെയ്യുക. അവിടെ എത്തിക്കഴിയുമ്പോൾ അമ്മ ഇതില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രശ്നമാക്കണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പാർട്ടി ഔട്ട്ഫിറ്റും ഷൂസും ബാഗും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യണത്, നമുക്ക് ജ്വല്ലറി ഒക്കെ വെക്കാം കേട്ടോ, അതൊരു സെക്ഷനായിട്ട് ചെയ്യാം. കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ. അപ്പോൾ നമ്മളിനി എവിടെയെങ്കിലും നിൽക്കാൻ പോവുകയാണെന്ന് വിചാരിക്കും, നമ്മളെങ്ങോട്ടും യാത്ര ഇപ്പോൾ ഫംഗ്ഷൻ ആയിട്ടല്ല, ജസ്റ്റ് നിൽക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിടുന്ന ഡ്രസ്സുകളായിരിക്കും ആവശ്യം. അപ്പോൾ നമ്മൾ 2 ദിവസത്തേക്കാണ് സപ്പോസ് നിൽക്കണേന്ന് വെച്ചാൽ നമ്മൾ 3 ദിവസത്തേക്കുള്ള ഔട്ട്ഫിറ്റ് വെക്കുക. കാരണം ഒരെണ്ണം നമ്മൾ സ്പെയർ വെക്കുന്നതാണ്, എന്തെങ്കിലും കാരണവശാൽ ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 3 സെറ്റാണ് വെച്ചിരിക്കുന്നത്. 2 പേരുടെയും തരം തിരിച്ച് അതും അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം വീട്ടിലെന്തായാലും ചുളിവൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിൽക്കണ പോലെയല്ലോ, നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് നിൽക്കുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് ഇരുന്നോട്ട് വെച്ചിട്ട് ഞാൻ അതെല്ലാം തന്നെ സെറ്റ് ചെയ്ത് അതെല്ലാം വേറെ ബാഗിൽ വെക്കണേ. അത് ഇത്തിരി കുത്തി ഒക്കെ നിറച്ച പോലെ തന്നെയാണ് ആ ബാഗ് ഫില്ല് ചെയ്യണത്. കാരണം ഇതിലിപ്പോൾ ഇത്തിരി ചുളിഞ്ഞാലും പ്രശ്നമുള്ള സാധനങ്ങളൊന്നും അല്ല. അതുപോലെ തന്നെ ഈ ബാഗിൻ്റെ ഇരുവശങ്ങളിലൊക്കെ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ വിചാരിക്കുന്നത് ഇന്നർ വെയേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ 3 പേരുടെയും കാഷ്വൽ ഡ്രസ്സുകളും ഈ പറഞ്ഞ ഐറ്റംസൊക്കെ നമ്മൾ ഈ ബാഗിൽ തന്നെ എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്യാനായിട്ടാണ് പോണത്. അപ്പോൾ അതേ ഞാൻ ഈ പറഞ്ഞ കമ്പാർട്ട്മെൻറ്റ്സിലാണ് അതൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇനി എനിക്കുള്ള കാഷ്വൽ ഡ്രസ്സുകൾ ചിലതൊക്കെ ഒന്ന് ചുളിഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടൻ്റെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകൾ വെക്കുക. അപ്പോൾ അത് നമുക്ക് അതായത് വെയിറ്റ് അധികം ഇല്ലാത്തതും പെട്ടെന്ന് ബാഗിൽ ഒതുകണ പോലത്തെ ഡ്രസ്സുകൾ വെക്കുക. കുറേ അതും ഇതും വെച്ചിട്ട് വെറുതെ ബാഗ് ഫില്ല് ചെയ്ത് കുറേ ഐറ്റംസ് ഓവറായിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ നമ്മൾ പലതും ഉപയോഗിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചാൽ അത് വെക്കുക. അപ്പോൾ ഇതേ ഞാൻ കോട്ടൻ്റെ കുറച്ച് ടോപ്പുകളും ഇതൊക്കെ അയൺ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് ബാഗിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാഷ്വലായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ ബാഗിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്നത് മേക്കപ്പ് ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മേക്കപ്പ് അധികം യൂസ് ചെയ്യാത്തവരാവും, പൗഡർ മാത്രം യൂസ് ചെയ്യുന്നവരാവും, അത് യൂസ് ചെയ്യുന്നവർ അത് മാത്രം എടുത്ത് വെച്ചാൽ മതി. ഞാൻ ഇങ്ങനത്തെ കുറച്ച് മേക്കപ്പ് ഐറ്റംസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളിതിൽ മെയിനായിട്ടും ഐ ഷാഡോ ഇടുന്ന ചെറിയൊരു പാലറ്റ്, പിന്നെ എന്താണ് ഫൗണ്ടേഷൻ, പ്രൈമർ, നമ്മളിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അതുപോലെ ഐലൈനർ, കാജൽ, ലിപ്സ്റ്റിക്ക് എന്നിങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് പേരിങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല,
അറിയാവുന്നവർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രാവലിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങി വെച്ച് നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ബോക്സ് ഒരു 8 വർഷത്തോളമായിട്ടും എൻ്റെ കയ്യിലുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക്. അപ്പോൾ ഞാൻ ഈ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ആ ബാഗ് എടുക്കും, ഇതിനുള്ളിൽ നിന്ന് ഈ ഐറ്റംസ് ഒക്കെ എടുക്കും, ഇതിലെല്ലാം സെറ്റ് ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ്. അപ്പോൾ ഇതേ നമ്മൾ മേക്കപ്പ് ഐറ്റംസ് എല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. പെർഫ്യൂം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ വെച്ച ശേഷം നെയിൽ പോളിഷ് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിമൂവറും കൂടി നമ്മൾ വെക്കുക. റിമൂവറിന് വൈപ്സ് ഉണ്ടല്ലോ, അത് വെച്ചാലും മതി. അപ്പോൾ അത് എല്ലാം വെച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ തന്നെ സൈഡിലൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ കുറച്ച് ബിന്ദി പൊട്ടുകൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ഏതാ മാച്ചിങ് എന്ന് വെച്ചാൽ ഒരു 1-2 എണ്ണം എല്ലാ ഔട്ട്ഫിറ്റിനും ഒരുവിധം ചേരുന്ന ഐറ്റംസാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോക്സിൽ, ഈ ഒരു സൈഡിൽ. ഇനി ജ്വല്ലറി വെക്കാനായിട്ട് ഞാൻ ഇങ്ങനൊരു ബോക്സും ആദ്യം ഞാൻ ഒരു ബോക്സുകളിലൊക്കെ ഇട്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഐറ്റം ജ്വല്ലറി ഓർഗനൈസറാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഓരോ ജ്വല്ലറിയും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിതുപോലെ ജ്വല്ലറികൾ അല്ലെങ്കിൽ വാച്ച്, ക്ലിപ്പ് എന്നിങ്ങനെയെല്ലാം ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കല്ലൊന്നും പോവുകയും എല്ലാം നമുക്ക് തരം തിരിച്ച് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഇതിൽ തന്നെ കൊള്ളും. കുറേ ബോക്സിലാക്കി മാറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഇതിൽ തന്നെയാണ് വെക്കാൻ പോണത്. നമുക്ക് ഔട്ട്ഫിറ്റിന് മാച്ചിങ് ആയിട്ടുള്ളത് ഏതാണ് വേണ്ടത് അതെല്ലാം ഇതിൽ വെക്കാം. ഇനി കുഞ്ഞുങ്ങൾക്കുള്ള ഹെയർ ആക്സസറീസ്, മുടിമ കെട്ടണത്, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. കാരണം ഇവർക്ക് 2 പേർക്ക് അത്യാവശ്യം ഈ ഹെയർ സ്റ്റൈലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ ഈ ഒരു ഓർഗനൈസറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് വെക്കാനുള്ളത് കോസ്മെറ്റിക് ഐറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ബോഡി ക്രീമോ അല്ലെങ്കിൽ ഷാംപൂ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, അത്യാവശ്യമുള്ളത് അതെല്ലാം തന്നെ ഞാൻ ഈ ഒരു ബാഗിലാണ് സ്ഥിരമായിട്ട് വെക്കാറുള്ളത്. പെർഫ്യൂം അങ്ങനെ ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഇതിൽ വെക്കുക. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ കോമ്പ്, ചെറിയൊരു മിറർ, ഇതെല്ലാം തന്നെ ഈ ഒരു ബാഗിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. ഷാംപൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് വെക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ചുറ്റിയിട്ട് അത് വെക്കുക. അല്ലെങ്കിൽ അതെന്തെങ്കിലും ലീക്കായ ബാക്കിയുള്ള ഐറ്റംസിലോട്ട് അത് സ്പ്രെഡായി പോകും. അതിന് വേണ്ടിയിട്ടാണ്. മറക്കാതെ തന്നെ ടൂത്ത് ബ്രഷും പേസ്റ്റും വെക്കുക. പലപ്പോഴും നമ്മളിതെല്ലാം വെച്ചിട്ട് ഇത് അവസാനം മറന്നിട്ട് അവിടെ പിന്നെ പേസ്റ്റും ബ്രഷും ഒക്കെ അന്വേഷിക്കാൻ നടക്കേണ്ടി വരും. പിന്നെ കയ്യിൽ വെച്ചിട്ട് പല്ല് തേക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ബ്രഷും പേസ്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിലും ഒരു പുതിയത് ഒരെണ്ണം വെക്കുക. അപ്പോൾ പിന്നെ നമ്മൾ മറന്നു പോവില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷിനെ വെക്കാൻ നോക്കുമ്പോൾ എന്താ പറ്റുക, നമ്മൾ അത് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ച അവസാനം മറന്നു പോകും. അപ്പോൾ ബ്രഷ് വെക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാപ്പുള്ള ഒരു ഐറ്റം വാങ്ങാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് വേണമെങ്കിൽ അതിൽ വെച്ച് കൊണ്ടുപോകണമെങ്കിലും ചെയ്യാം. ബ്രഷ് വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ സാരിയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സൂചി മറക്കാതെ ഡബ്ബയിലാക്കി വെക്കുക. സൂചിയും അതുപോലെ തന്നെ സ്ലൈഡും ഹെയർ പിന്നും കുത്തേണ്ടത് അതും കൂടി വെച്ച് കൊടുക്കുക. മുല്ലപ്പൂ വെക്കണമെങ്കിലോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും ചെന്നിട്ട് അവിടെ നിന്ന് ആ ഫംഗ്ഷന് പോകണമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാൻ നെഗറ്റീവ് പറയുന്നില്ല, പോസിറ്റീവായിട്ടല്ല. നമുക്ക് ഒതുക്കി എന്തായാലും നമുക്ക് ഫംഗ്ഷന് പോകാൻ പറ്റുന്നുണ്ടല്ലോ, അതന്നെ ഒരു വലിയ കാര്യം. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് വളരെ അത്യാവശ്യമുള്ള ഐറ്റംസാണ് നമുക്കിത് മെഡിസിൻസ്, പ്രത്യേകിച്ച് കുട്ടികളായിരിക്കും യാത്ര ചെയ്യുമ്പോൾ. പനിയുടെ, ചുമയുടെ, കോൾഡിൻ്റെ ഇത് 3 നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ കൊതു കടിച്ചിട്ടുള്ള ചൊറിച്ചിൽ വരിക അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഞാൻ കലാമിക് ലോഷൻ വെച്ചിട്ടുണ്ട്. ഒരു വേദനയുടെ ഓയിൽമെൻറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ് നമ്മൾ തീർച്ചയായിട്ടും കരുതണം. പിന്നെ ഈ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ നമ്മുടെ സാനിറ്ററി പാഡ് അങ്ങനത്തെ അത്യാവശ്യം വേണ്ട ഐറ്റംസ്, എമർജൻസി കിറ്റാണത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ മാസ്ക് ഇപ്പോൾ നിർബന്ധമാണല്ലോ, അപ്പോൾ മാസ്കും കൂടി വെച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ബാത്ത് ടവൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി വെക്കുക. 2 എണ്ണം വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് ഉണങ്ങണ ബാത്ത് ടവൽ എടുക്കുക. ടർക്കി പോലത്തെ എടുക്കാത്തതാണ് നല്ലത്. അപ്പോൾ 2 ബാത്ത് ടവലും എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും അത്യാവശ്യപ്പെട്ട ഐറ്റമാണ് ഫോണിൻ്റെ ചാർജർ. അത് മറക്കരുത്, ഫോൺ ചാർജറും. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ 3 പിൻ കുത്തിയിട്ടുള്ള ചാർജർ ആണെങ്കിൽ ഈ പിന്നും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചാർജർ കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ചാർജറും കൂടി എടുത്ത് വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ എല്ലാം നമ്മൾ വെച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് സെറ്റ് ചെയ്ത് അതായി തന്നെ അവിടെ നമുക്ക് തൂക്കിയിടാം. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഡ്രസ്സും ഷൂസും കൂടി വെക്കുക. അപ്പോൾ നമ്മൾ കാഷ്വൽ വെയർ ഇട്ടിട്ടാണ് പോണത്, പിന്നെയാണ് നമ്മൾ ഫംഗ്ഷന് പോണേ. അപ്പോൾ നമ്മൾ അതൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാക്കിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വലിയൊരു ടാസ്ക് ആയിരുന്നു. കുഞ്ഞൊരു വീഡിയോ ആയിട്ട് കാണിച്ചെങ്കിലും ഇത് കുറേ നേരത്തെ ജോലിയായിരുന്നു ഈ ഒതുക്കലൊക്കെ. ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ എന്ന് ഇനി ഞാൻ ആലോചിക്കുന്നില്ല. അവിടെ എത്തുമ്പോൾ മറന്നുപോയി, അത്രയേ ഉള്ളൂ. ഇത്രത്തോളം ചെയ്തല്ലോ, ഇനി മറന്നാൽ പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാം വെച്ച് കഴിഞ്ഞല്ലോ.
അപ്പോൾ നമ്മൾ ബാഗെല്ലാം നമുക്ക് ഇതേ നേരത്തെ ഇവിടെ വെക്കാം. എത്ര ബാഗുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കുക കൃത്യമായിട്ട്. അതിൽ ചെറിയ ചെറിയ ബാഗുകളുണ്ടല്ലോ, അതെല്ലാം കൂടി ഞാനൊരു കവറിൽ വെക്കുകയാണ്. കാരണം അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാൽ പിന്നെ അത് ആകെ മിസ്സാവും. അപ്പോൾ ഒരു വലിയ കവറിൽ ഞാൻ അതെല്ലാം വെക്കുകയാണ്. പിന്നെ മറക്കാതെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കവറും കൂടി ബാഗിൽ വെക്കുക. അപ്പോൾ നമുക്ക് ആ മുഷിഞ്ഞ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ആ ബാഗിൽ അല്ലെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കൊണ്ടുപോരുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.